രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ തെറ്റിയ ഉടനെ തന്നെയാണെങ്കിൽ അസ്സലാമു അലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ തീരും. പക്ഷെ അപ്പം തന്നെ പറഞ്ഞില്ലെങ്കിൽ 1 മണിക്കൂർ സമയം അതിന് കിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാളുടെയും ചിന്താഗതി മാറും. ഒരു ദിവസം കഴിയുമ്പോഴേക്ക് പിശാച് രണ്ടാളടുത്തും വന്നിട്ട് പറയും, എൻ്റെ അടുത്താണ് ശരി, മറ്റോൻ്റെ അടുത്താണ് തെറ്റെന്ന്. തെറ്റുമ്പോൾ തോന്നുന്ന എൻ്റെ അടുത്താണ് കുഴപ്പമെന്നാണ്. അപ്പോൾ രണ്ടാൾക്കാർ ഇവിടെ നിന്നുകൊണ്ടാണ് തച്ചു, എന്നാൽ രണ്ടാൾക്കും തോന്നും എൻ്റെ അടുത്താണ് കുഴപ്പമെന്ന്. 24 മണിക്കൂർ കഴിഞ്ഞാൽ തോന്നുക ഓൻ്റെ അടുത്താണ് കുഴപ്പമെന്നാണ്. ഒരു കുട്ടിയും ഒരു വയസ്സനും കൂടിയും തല്ലുകൂടിയെന്ന് വിചാരിക്കുക. കുട്ടിക്ക് തോന്നും ആ വയസ്സായ ആളോട് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണെന്ന്. വയസ്സനും തോന്നും ഞാൻ ആ കുട്ടിയോട് ഇങ്ങളൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ്. 24 മണിക്കൂർ കഴിയുമ്പോഴത്ത് കുട്ടീൻ്റെ അടുത്ത് ശൈത്താൻ വന്നിട്ട് പറയും, ഇജ്ജ് പറഞ്ഞതന്നെ ശരി, ആ വയസ്സൻ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല. അയാൾ ഒന്നുമില്ലെങ്കിൽ കുറേ നാളും പ്രായമൊക്കെ ചെന്ന ആളല്ലേ, പരിചയസമ്പത്തുള്ള ആളല്ലേ, അയാൾ എന്നോട് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല, അയാളുടെ അടുത്ത് തന്നെയാണ് തെറ്റ് പറയും. വയസ്സൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളൊന്നുമില്ലെങ്കിൽ നാളും പ്രായമൊക്കെ ചെന്നൊരു വയസ്സായ ആളല്ല, ആ കുട്ടിങ്ങളോട് അങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും. 24 മണിക്കൂർ കഴിഞ്ഞാൽ നന്നാവാനുള്ള സാധ്യത കുറവാണ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് 3 ദിവസത്തിൻ്റെ ഇടയിൽ മുണ്ടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. പിന്നെ സാധ്യത വളരെ കുറവാണ്. പിന്നെന്ത് വേണ്ടി വരും വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കണം. അതിനാണ് മസ്ലഹത്ത് എന്ന് പറയണത്. നുണ പറയൽ വരെ ജായിസായതാണ് മസ്ലഹത്ത്. കളവ് പറയൽ ജായിസാകുന്ന അപൂർവം സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മസ്ലഹത്തിന് വേണ്ടി പറയാൻ പറ്റും. അതായത് ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റി, ഓല് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കലില്ല, മുണ്ടലില്ല, ഒന്നുമില്ല. ഒരാളെ നന്നാക്കാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അഞ്ചനെ കണ്ടിരുന്നു, എന്നോട് മുണ്ടണം എന്നൊക്കെ ഉണ്ട്. മോൻ ഏതായാലും ഇഞ്ഞ് കാണുമ്പോൾ സലാം പറയാൻ ഒരുങ്ങിയിട്ടുണ്ട്, അടുത്ത കാണലിൽ ഓൻ സലാം പറയും. ഓനങ്ങനെ വലുതാൻ സമ്മതിച്ചാൽ പറ്റൂല, ഓൻ അങ്ങോട്ട് പറയാൻ ഒരുങ്ങുമ്പോഴത്തേന് ഇജ്ജ് അങ്ങോട്ട് പറയണമെന്ന് കാരണവരോട് ഏൽപ്പിച്ചു. അഞ്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ കാരണവരെ കണ്ടിരുന്നു, ഓൻ എന്നോട് മുണ്ടണം എന്നൊക്കെ ഉണ്ട്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ തമ്മിൽ കണ്ടുമ്പോൾ ഓ ഇങ്ങോട്ട് സലാം പറയാൻ സാധ്യതയുണ്ട്, അതിന് വിട്ടുകൊടുക്കരുത്, അതിൻ്റെ മുമ്പ് ഇജ്ജ് അങ്ങോട്ട് പറയണമെന്ന് ഓനോടും പറഞ്ഞ് ഏൽപ്പിച്ചു. സംഗതി ഓൻ രണ്ടാളെയും കണ്ടിട്ടില്ല. ഇങ്ങനെ പറ്റും, മസ്ലഹത്തിന് വേണ്ടി ഇങ്ങനെയും ചെയ്യാമെന്നാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മഫ്സദത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ മസ്ലഹത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പൗർവികന്മാരായ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് കല്യാണ നിശ്ചയം എന്ന് പറയുന്നത്. ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ടു, പെരക്കാരൊക്കെ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടാൽ കാരണന്മാർ, അമ്മമാർ, മൂത്താപ്പാർ, എളാപ്പാർ, പള്ളിക്കത്ത മൂലയിൽ എല്ലാവരും കൂടിയിരിക്കും. എന്നിട്ട് വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. എന്നാൽ നമ്മൾ അങ്ങനെ ആക്കുകയല്ലേ, എന്നാൽ അങ്ങനെ ആക്കുക, നമുക്ക് മഹറെന്താ ആക്കണത്, അത് നമുക്കൊരു സ്വർണ്ണാഭരണം ആക്കാം, കല്യാണത്തിൻ്റെ ഡേറ്റ് എന്നാ അപ്പോൾ വേണ്ടത്, അത് പിന്നൊരു കൂടിയാലോചിച്ച് പറഞ്ഞോളും, എന്നായിക്കോട്ടെ നമ്മളൊന്നാണ് ദ്വാരന്നാലോ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഒഴിച്ചിട്ട് നല്ല ഭക്ഷണം, എല്ലാം ജാമ്യവും മാന്യവുമായ ഭക്ഷണം, പൊരിച്ചതും വരട്ടിയതും ഒക്കെ ഉള്ള നല്ല ഭക്ഷണം, അതും കഴിച്ചിങ്ങാണ്ട് പിരിയും. ഇതിനാണ് കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞത്. സത്യത്തിൽ എന്തിനാ ഈ കല്യാണ നിശ്ചയം? കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ്റെ മകള് സുമയ്യ പോണില്ലത്തരേന്ന് പറഞ്ഞു കേട്ടു. കെട്ടിച്ചോടത്തേക്ക് പുതിയാപ്പൻ്റെ ഒപ്പം പോണില്ലത്തരേ എന്ന് പറഞ്ഞു കേട്ടാൽ എന്തേ ഇപ്പോൾ പടച്ചോനെ അങ്ങനെ ആയത്, ബിരിയാണി തിന്ന് പോന്നതാണല്ലോ റബ്ബേ എന്ന് വിചാരിച്ചങ്ങാണ്ട് അതൊന്നും മസ്ലഹത്തിന് നടക്കാൻ വേണ്ടി ആളുണ്ടാക്കലാണ് കല്യാണ നിശ്ചയം. പക്ഷെ ഞമ്മക്ക് അതിനൊന്നും ഒഴിവില്ല, അടുത്ത നിശ്ചയം എവിടെയുള്ളത് നോക്കി നടക്കുകയാണ് നമ്മൾ. ഇങ്ങനെ പൂർവികന്മാരായ ആളുകൾ മസ്ലഹത്തിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ അക്കാലം മുതലേ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പള്ളിയിൽ പോയി പറയാ എന്ന് പറയുന്ന ഒരു പ്രയോഗം 2 വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്ത്യാനികൾക്കിടയിലും മറ്റൊന്ന് മുസ്ലിങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട്. തമ്മ് തെറ്റിയാൽ 2 കാര്യമാണ് പറയാം. 2 ആൾക്കാർ വർത്താനം പറഞ്ഞ് തമ്മ് തെറ്റിയാൽ ഒന്ന് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കും, മറ്റൊന്ന് പള്ളിക്ക് പോയി പറഞ്ഞോളാന്ന് പറയും. 2 വർത്താനാണ് തമ്മ് തെറ്റിയാൽ ഉണ്ടാകുക.
രണ്ടാൾക്കാർ അടിയുണ്ടായി, വക്കാനുണ്ടായി, ഷണ്ടുണ്ടായി. എന്നാൽ ഒരാൾ മറ്റേ ആളോട് പറയും എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞോ പറയും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമക്കാരായ ആളുകൾ ഉണ്ടാക്കിയ ഒരു രീതിയാണ്. അസർ നിസ്കാരം കഴിഞ്ഞ് കാരണന്മാരായ ആൾക്കാർ പള്ളിൻ്റെ ചെരുക്കൊന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരം തൂണുമ ചാരി ഇങ്ങനെ ഇരിക്കും. അപ്പം ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റിയത്, വാപ്പിയും മക്കളും മുണ്ടാത്തത്, മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത്, മരുവോളെ കൊണ്ടുവരാത്തത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആൾക്കാർ ചെന്നിട്ട് ഓലോട് പറയും. ഓല അതിലെ കക്ഷികളെ വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തും. ഏകദേശം ഒരു ധാരണയായാൽ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നങ്ങാണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദോരന്നിട്ട് ഖത്തീബ് തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോൾ പൂർവികന്മാരായ ആളുകൾ മസ്ലഹത്തിന് ഒരുപാട് സംവിധാനങ്ങൾ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരുപാട് നേട്ടമുണ്ടാവും, ഒരുപാട് മെച്ചങ്ങളുണ്ടാവും. തമ്മ് തെറ്റിയ രണ്ടാൾക്കാർ നേരാകണമെങ്കിൽ ഇടയിലൊരാൾ നിൽക്കണം. പക്ഷെ മസ്ലഹത്തിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്താ വെച്ചാൽ മധ്യസ്ഥന്മാർ ഏത് കാലത്തും മധ്യസ്ഥന്മാരായി നിലകൊള്ളാൻ ശ്രമിക്കും എന്നത് അതിൻ്റെ ഒരു പരാജയമാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. മദ്യം പറയാൻ പോണ കുറച്ച് ആൾക്കാരുണ്ടാവും, മസ്ലഹത്തേർ കല്യാണ നിശ്ചയക്കാർ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓല് എന്നൊരു മസ്ലഹത്തിൻ്റെ ആൾക്കാരും മധ്യസ്ഥന്മാരായിട്ടും നിലകൊള്ളാൻ വേണ്ടി ശ്രമിക്കും. അതായത് രണ്ടാൾക്കാർ തമ്മിൽ തെറ്റി, ഓല തമ്മിൽ നേരാക്കണമെങ്കിൽ ഓല എല്ലാ ഐബും അറിയേണ്ടി വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ പറഞ്ഞ് മസ്ലഹത്ത് പറഞ്ഞ് വിട്ടാൽ പിന്നെ ഓൻ്റെ പെരയത്തെ മുടിയളിച്ചലും 40 പേറ്റിനൂട്ടി കൊണ്ടുപോയാലും എല്ലാതും ഇയാളോട് പറയണില്ലെങ്കിൽ പിന്നെ ഇയാൾ പോയിട്ട് തമ്മിൽ തെറ്റിച്ചു. ഇതാണ് മസ്ലഹത്തുകാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനത്തോരെ ഈ പണിക്കോട്ട് പറ്റൂല. അല്ലാത്തവരൊരു 3 എണ്ണം ഒരു മഹലിലുണ്ടായാൽ കുടുംബ കോടതിയിലെ കേസ് പകുതിയായി ചുരുങ്ങും. അപ്പം അതുകൊണ്ട് എല്ലാ മഹലിലും മസ്ലഹത്തിനുള്ള സംവിധാനം വേണം. അതൊന്നും ഇപ്പോൾ കമ്മിറ്റി നോക്കേണ്ടതല്ല എന്ന് കമ്മിറ്റിക്കാരോ കമ്മിറ്റിനോട് പറയേണ്ടതല്ല എന്ന് നാട്ടുകാരോ വിചാരിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ചെയ്ത ശരീഅത്ത് അനുസരിച്ച് ഒരു പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ സാമ്പത്തികവും ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ എല്ലാ പുരോഗതികൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് മഹല്ല് ജമാഅത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് പണിപ്പെട്ട തന്നെയാണ്. അതിപ്പോൾ എന്തിനാ മൂപ്പര് നോക്കാൻ നിൽക്കണതെന്ന് അങ്ങോട്ടും പറയരുത്, മൂപ്പരാണെങ്കിൽ എന്തിനാ നമ്മൾ അതിനൊക്കെ നിൽക്കണത് എന്ന് ഇങ്ങോട്ടും പറയരുത്. ഇതന്നെ സംഗതി. രണ്ടാമത്തേത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. ഇവിടെ പ്രീമാരിറ്റൽ കോഴ്സിനെ കുറിച്ച് പറയണ്ടായി. വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെയാണത്. മനുഷ്യൻ എന്ന വിഭാഗത്തിന് ഒരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഒരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമ്മളെല്ലാവരും കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പണി വർത്താനം പറയലാണല്ലോ. ഇത് നമുക്ക് ജന്മന കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. നമ്മളാരും ജനിച്ചപ്പോൾ വർത്താനം പറഞ്ഞിട്ടില്ല. തൊട്ടിലിൽ കിടന്ന് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം മാത്രമാണ് കുട്ടിയായിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അതങ്ങനെ ഒരു പരക്കുള്ള സംസാരമല്ല, അതൊരു ഒറ്റ സംസാരമാണ്. അത് മഹാനവറുകളുടെ ഒരു മുഅ്ജിസത്തോ അല്ലെങ്കിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ മൗലം പാലിച്ചതിന് അള്ളാഹു നൽകിയിട്ടുള്ള സവാബോ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ബാക്കി നമ്മൾക്കാർക്കും ജന്മന വർത്തനം പറയാൻ അറിയില്ലായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. മനുഷ്യന് ഒരു കഴിവും ജന്മന ഇല്ല, പക്ഷെ ഏത് കഴിവും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഉമ്മാൻ്റെ വയറ്റിന്ന് പ്രസവിച്ച് വന്നപ്പോൾ ശ്വാസം വലിച്ചതുപോലും മറ്റൊരാളുടെ സഹായത്തോടു കൂടെയാണ്. അതേ സമയത്ത് ഒരാട് പ്രസവിച്ചാൽ ഈ കുഴപ്പമുണ്ടാവില്ല. ആട് പ്രസവിച്ചാൽ ആടും കുട്ടി കുറച്ച് സമയം ഇങ്ങനെ കിടക്കും, പിന്നെ മൂപ്പര് സ്വന്തമായിട്ടൊന്ന് നീക്കും, അപ്പോൾ വീണ്ടും വീഴും, അപ്പോൾ ഒന്നും കൂടി നീക്കും, അപ്പോൾ കുറച്ചു നേരം നിൽക്കും, പിന്നെയും വീഴും, മൂന്നാമതും എഴുന്നേൽക്കും. എന്നിട്ട് കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അതിൻ്റെ ഉമ്മയുടെ അകിട്ടിൽ പോയി സ്വന്തമായി പാല് കുടിക്കും, ആരുടെയും സഹായമില്ലാതെ. മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ ഒരാൾ സഹായിച്ചു കൊടുത്തിട്ട് വേണം. അതുകൊണ്ട് മനുഷ്യന് ഒരു കഴിവും ജന്മന ഇല്ല, എല്ലാം അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്, പഠിച്ചുണ്ടാക്കുന്നതാണ്.
ലൈംഗിക വിദ്യാഭ്യാസം ഇന്ന് ആരും പഠിച്ചതുമില്ല, പഠിപ്പിച്ചതുമില്ല. നമ്മളെ വിചാരമൊക്കെ നമ്മക്കറിയും എന്ന് വിചാരിച്ചിരുന്നതാണ് പ്രശ്നം. ലൈംഗിക വിദ്യാഭ്യാസം ആരോട്ട് പഠിച്ചില്ല, ആരും പഠിപ്പിച്ചില്ല. പഠിക്കാൻ കുട്ടികൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ല. മൂത്തൊരു കുട്ടിനെ പ്രസവിച്ചു, ഓന് 4 വയസ്സായി. രണ്ടാമത്തൊരു കുട്ടിനെയും കൂടിയും പ്രസവിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായിട്ട് ഉമ്മ വന്നാൽ പ്രസവ റൂമിൽ, ബെഡ്റൂമിൽ ഉമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മൂത്ത 4 വയസ്സുള്ള കുട്ടി പരിസരത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഉമ്മാനോട് വന്നിട്ട് ചോദിക്കും, ഉമ്മ കുഞ്ഞിവാവാനെ എവിടുന്ന് കിട്ടിയതാണ്? ലൈംഗികതയെക്കുറിച്ചുള്ള വളരെ ചിട്ടയായ ഒറിജിനൽ സ്രോതസ്സിൽ നിന്നുള്ള ഒരു അന്വേഷണം കുട്ടി നടത്തിയപ്പോൾ ഉമ്മ കൊടുത്ത മറുപടി അത് ഉമ്മക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന നുണയാണ്. ആ കുട്ടിനോട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. മോനെ ഉമ്മാൻ്റെ പള്ളങ്ങനെ പൊന്തിക്കണ് കണ്ടിരുന്നിട്ട് അതിലാണ് കുഞ്ഞിവാവ ഉണ്ടായിരുന്നത്. അത് മോന് വലുതാവുമ്പോൾ നല്ലോണം മനസ്സിലാവും. പുതിയാപ്പിളിയും പുതിയണ്ണൊക്കെയായി ഞാനും ഉപ്പിയൊക്കെ ജീവിക്കണില്ലേ, അങ്ങനെ ജീവിക്കുമ്പോൾ പള്ളയിലുണ്ടാകുന്നതാണ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എന്ന് വളരെ മനോഹരമായി കുട്ടിയുടെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സത്യത്തെ നുണ പറഞ്ഞുകൊണ്ട് മറികടക്കാൻ വേണ്ടി ഉമ്മ ശ്രമിക്കുന്നതിൽ നിന്ന് തുടങ്ങുന്നു കുട്ടിയുടെ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ.